ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ USS. സോ USSന്റെ ഡേറ്റ് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ ഡേറ്റിന് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പല സ്റ്റുഡൻസിനും ടെൻഷൻ ആയിരിക്കും. ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ് USS അല്ലെങ്കിൽ CM Kids UP എന്ന് പറയുന്ന എക്സാം. സോ ഈ വർഷം നമുക്ക് ഒരു കട്ട് ഓഫിൻ്റെ ഒരു കാര്യമുണ്ട് അല്ലേ. ഇത്ര കട്ട് ഓഫിന് മുകളിൽ സ്കോർ ചെയ്തിട്ടുള്ള ആൾക്കാർക്കായിരിക്കും നല്ല രീതിയിൽ സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവുക. ഓരോ ഡിസ്ട്രിക്റ്റിനും അത് വ്യത്യാസമായിരിക്കും. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. സോ ആ കാര്യം കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലുണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ പലപ്പോഴും ചതിക്കപ്പെടുന്ന കുറച്ച് ആളുകളാണ്. അപ്പോൾ ചതി എന്ന് പറയുന്നത് വലിയൊരു ചതി ഒന്നല്ല, പക്ഷേ നമ്മുടെ ഈ ഒരു USS എക്സാമിൻ്റെ കേസിൽ വലിയൊരു ചതി തന്നെയാണത്. ആ ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഓൾറെഡി തംബ്നെയിൽ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ ആ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ USS ഗൈഡ്സ് ചെയ്യുന്ന ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗൈഡുകൾ എന്താണ് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ ആ ഗൈഡുകൾ ചെയ്യുന്ന ഒരു ചതിയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അവർ ചെയ്യുന്ന ട്രാപ്പ് അല്ലെങ്കിൽ ബിട്രയൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം എന്താണ് ആ ട്രാപ്പ് എന്ന് നോക്കാം. Many students rely heavily on private rank files, capsules and commercial guidebooks instead of official textbook. നമ്മൾ പലപ്പോഴും നമ്മൾ ഒഫീഷ്യൽ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ഒരുപാടുണ്ടല്ലോ പഠിക്കാൻ. നമുക്ക് ഒരു ഗൈഡ് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്നുള്ള ചിന്തയിലായിരിക്കും പല ആളുകളും ഉണ്ടാവുക. പക്ഷേ അവിടെ നമുക്കൊരു ചതി ഉണ്ടാവുന്നുണ്ട്. ആ ചതിയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് അവർ പ്രോമിസ് ചെയ്യുന്നത്? പല USS ഗൈഡുകളാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് USS ഗൈഡുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അവർ ക്ലെയിം ചെയ്യുന്നത് എന്താണ്? ദേ പ്രഡിക്റ്റ് 100% ഷുവർ ക്വസ്റ്റ്യൻസ്. ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് 100% ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് അവർ പല ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുന്നുണ്ട്, പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓഫർ ഈസി ഷോർട്ട് കട്ട്സ്. അവരെന്ത് ചെയ്യും, ഒരുപാട് ഈസി ഷോർട്ട് കട്ട്സ് കൂടി എഴുതിയിട്ടുണ്ടാവും. നമുക്ക് എക്സാമിന് ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ടൈപ്പ് തിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. പലപ്പോഴും നമ്മൾ ആ ഷോർട്ട് കട്ട്സ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാം ഹാളിൽ നിന്ന് അല്ലെങ്കിൽ പരീക്ഷ ഹാളിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ ഒരു ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, പലപ്പോഴും നമ്മളെ ആൻസറുകൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. നമുക്ക് തെറ്റായിട്ടുള്ള ഒരു ആൻസറിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ 100% ഷുവർ ക്വസ്റ്റ്യൻസ്, ഈ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുകയുള്ളൂ എന്നുള്ള ഒരു ഐഡിയയിൽ നമ്മൾ എന്ത് ചെയ്യും, പോകും. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, നമുക്ക് പല രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല നമ്മളെ ഒറിജിനൽ എക്സാംസിന് ഉണ്ടാവുക അല്ലേ. സോ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ റിയാലിറ്റി എന്താണ്, നമ്മൾ പ്രോമിസ്, അവർ ചെയ്യുന്ന പ്രോമിസ് ഇതാണ്, പക്ഷേ റിയാലിറ്റിയിൽ എന്താ നടക്കുന്നത്? ദീസ് ഹൗസ് ഓഫൺ മിസ്ലീഡ് സ്റ്റുഡൻസ്. അതായത് സ്റ്റുഡൻസിനെ മിസ്ലീഡ് ചെയ്യും. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ 100% ഷുവർ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്ന സമയത്ത് സ്റ്റുഡൻസിനെ മിസ്ലീഡ് ചെയ്യും. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗൈഡുകളൊക്കെ എന്ത് ചെയ്യും, ഈ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ലീഡിങ് ടു ലോവർ മാർക്സ്. അതായത് നമ്മുടെ മാർക്ക് ലോവർ ആവാനാണ് ഇങ്ങനെയുള്ള 100% ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻസ് അത് മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നടക്കാൻ പോകുന്നത്. ആൻഡ് ദ കൺഫ്യൂഷൻ ഡ്യൂറിങ് ദ ആക്ച്വൽ എക്സാം. നമ്മൾ ഷോർട്ട് കട്ട്സ് ഒക്കെ പഠിച്ചു പോകും, പക്ഷെ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, ഇത് എങ്ങനെ ചെയ്യുക, ഈ ഒരു ഷോർട്ട് കട്ട്സിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഷോർട്ട് വഴിയിലൂടെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായുള്ള ആൻസർ കിട്ടാൻ ചാൻസ് വളരെയധികം കുറവാണ്. അപ്പോൾ ആ കാര്യം കൂടി എന്ത് ചെയ്യാം, നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ഡേഞ്ചറസ് ആയിട്ട് വരുന്ന ഗൈഡ്സ് ക്യാൻ ബി ഡേഞ്ചറസ്. എങ്ങനെയാണ് ഗൈഡ്സ് ഡേഞ്ചറസ് ആവുന്ന ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. സം ഫാക്ച്വൽ എറേഴ്സ്, ചില ഫാക്ച്വൽ എറേഴ്സ് ഉണ്ടാവും. ഗൈഡ്സ് എന്ന് പറയുന്നത് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളൊന്നുമല്ല അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവാം. അതായത് ടീച്ചർമാരോ അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ അത് ഡിസൈൻ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവരായിരിക്കില്ല. അപ്പം അവിടെ ചെറിയ മിസ്റ്റേക്കുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഫാക്ച്വൽ എറേഴ്സ് എന്നാണ് അതിന് വിളിക്കുക. അപ്പോൾ മെനി പ്രൈവറ്റ് ഗൈഡ്സ് കണ്ടെയ്ൻ റോങ് ആൻസേഴ്സ്. ചിലപ്പോൾ നിങ്ങളെ റോങ് ആൻസേഴ്സ് ആയിരിക്കും അവർ തരുന്നുണ്ടാവുക. ആൻഡ് ടു പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ടീച്ചിങ് സ്റ്റുഡൻസ് ഇൻകറക്റ്റ് ഇൻഫർമേഷൻ. അതായത് സ്റ്റുഡൻസിന് എന്ത് ചെയ്യും, ടീച്ച് ചെയ്യുന്നത് അവർ ഇൻകറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും പല ഗൈഡ്സും ചെയ്യുന്നുണ്ടാവും. അത് അവർ ഫാക്ച്വലായിട്ട് വരുന്ന എറേഴ്സാണ്. അതായത് കൃത്യമായിട്ട് ഐഡിയ ഇല്ലാത്ത ആളുകളായിരിക്കും പലപ്പോഴും അത് ഡിസൈൻ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ടുണ്ടാവുന്ന ഒരു മിസ്റ്റേക്കുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അത് മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, നമുക്കും ആ എറേഴ്സ് എക്സാമിനും നമ്മൾ റിയൽ ആയിട്ടുള്ള എക്സാമിനും വരാൻ ചാൻസ് ഉണ്ട്. ഇനി അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പല ഗൈഡുകളും എന്തായിരിക്കും, പലപ്പോഴും മുന്നേ ഉള്ള സിലബസിലുള്ള കാര്യങ്ങളും എന്ത് ചെയ്യും, അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കും. കാരണം അവർക്ക് ഓരോ വർഷവും ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റുക എന്നുള്ളത് എന്ത് ചെയ്യാണ്, കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ നടന്നിട്ടുള്ള അതേപോലെ തന്നെ എന്ത് ചെയ്യും, അവർ പോകും. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് അഡ്വാൻസ്ഡ് ആയിരിക്കില്ല. അതായത് പുതിയ സിലബസിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എന്തില്ല, അതിൽ പലപ്പോഴും പല ഗൈഡ്സിലും നമ്മൾ കാണാറില്ല. അതുപോലെ തന്നെ ഇൻക്ലൂഡ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ദാറ്റ് ആർ നെവർ ആസ്ക്ഡ് ഇൻ
റിയൽ USS എക്സാം. റിയൽ USS എക്സാമിന് അത്ര ഡിഫിക്കൽട്ട് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ ഗൈഡ്സുകൾ എന്ത് ചെയ്യും, ചില ഗൈഡ്സുകൾ അങ്ങനെയുള്ള അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് ഇടും. അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് ഇടുന്ന സമയത്ത് ഇതുകൊണ്ട് ഇത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു ഗുണം അതിനെ കൊണ്ട് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുക. ആൻഡ് വേസ്റ്റിംഗ് സ്റ്റഡി ടൈം, നമുക്ക് സ്റ്റഡി ചെയ്യാനില്ല അല്ലെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈം കൂടിയാണ് എന്ത്, അങ്ങനെയുള്ള അത്രയും ഹയർ ഡിഫിക്കൽട്ട് ലെവലിലുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ പലപ്പോഴും നമ്മളെ ഗൈഡുകൾ എന്താ ചെയ്യുന്നത്, റോട്ട് ലേണിംഗ്, നമ്മൾ കാണാപ്പാഠം പഠിക്കുക അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ബൈ ഹാർട്ടായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പല ഗൈഡ്സുകൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻകറേജ് മെമ്മറൈസിങ് ആൻസേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിന് പുറമെ അവരെന്താ ചെയ്യുന്നത്, അവർ മെമ്മറൈസ് ചെയ്യാനാണ് എൻകറേജ് ചെയ്യുന്നത്. അവർ മെമ്മറൈസ് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യനും ആൻസർ ഇന്നതാണ് എന്നെന്ത് ചെയ്യാം, നമുക്കൊരു ക്ലിയർ കട്ട് പിക്ചർ മാത്രമാണ് തരുന്നത്. അതിൻ്റെ പുറമേയുള്ള കോൺസെപ്റ്റ് എന്താണ്, അതെന്താണ്, അതിന് പുറമേയുള്ള കോൺസെപ്റ്റ് എന്താണ്, അത് എന്തുകൊണ്ട് നടക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, പല ഗൈഡുകളും എന്ത് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് കൊടുക്കാറില്ല. വിച്ച് ഫെയിൽസ് വെൻ ദ ക്വസ്റ്റ്യൻസ് ഫോർമാറ്റ് ചേഞ്ചസ്. അതായത് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്, നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. സോ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അഡ്വാൻസ്ഡ് അല്ലാത്ത നമ്മളൊരു ഗൈഡുകളോ കാര്യങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മൾ ഗൈഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് അത് ഡേഞ്ചറസ് ആണെന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡു ദിസ് ഇൻസ്റ്റഡ്. നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം. ACERT ടെക്സ്റ്റ് ബുക്ക്, നമുക്കറിയാം ACERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നായിരിക്കും മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും, അല്ലെങ്കിൽ നമ്മൾ ആ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ലേ വരുള്ളൂ. സോ നമ്മൾ അതിനെയാണ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. നമ്മൾ ഒഫീഷ്യൽ ബുക്കിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. The USS exam is 100% based on Kerala SCERT syllabus class 5, 6 and 7. അതായത് 5ാം ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ, 6ാം ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ, 7ാം ക്ലാസ്സിൽ പഠിച്ച കുറേ അധികം കാര്യങ്ങൾ, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ USS ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഓൾറെഡി നമുക്ക് സിലബസ് ഉണ്ട്. സോ ആ സിലബസിലാണ് അല്ലെങ്കിൽ നമ്മളെ ടെക്സ്റ്റ് ബുക്കിലായിരിക്കണം നമ്മളുടെ കൂടുതൽ വിശ്വാസം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ആ ഗൈഡിന് പുറമെ, ഗൈഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിട്ട് വേണം നമ്മൾ കാണാൻ. അല്ലാതെ നമ്മൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യരുത്, ഡിപ്പെൻഡ് ചെയ്യരുത്. അതുപോലെ തന്നെ നമുക്ക് ഒഫീഷ്യലി ഒരുപാട് മോഡൽ എക്സാം പേപ്പറുകൾ എന്താണ് അവൈലബിൾ ആണ്. പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് പാറ്റേൺ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് കുറേ അധികം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ് അവൈലബിൾ ആണ്. അതിൽ പല ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ പല ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാലും അതിലും ചില മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. പല ക്വസ്റ്റ്യൻ പേപ്പറുകളും പല മോഡൽ ടെസ്റ്റുകളും നമ്മൾ നോക്കിയപ്പം അതിലും ചെറിയ മിസ്റ്റേക്കുകളും ആൻസർ കീയിലാണെങ്കിലും ക്വസ്റ്റ്യൻസിലാണെങ്കിലും ഒക്കെ വന്നിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യും, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പരീക്ഷാ ഭവനിൽ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള മോഡൽ ടെസ്റ്റുകൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള അധ്യാപക സംഘടനകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ മോഡൽ ടെസ്റ്റ് പേപ്പറും എന്ത് ചെയ്യാം, മോഡൽ ടെസ്റ്റ് പേപ്പറിനെ കൂടുതലായിട്ട് എന്ത് ചെയ്യരുത്, നമ്മൾ ഫോക്കസ് ചെയ്യരുത്. മോഡൽ ടെസ്റ്റ് പേപ്പർ നമുക്കൊരു പ്രാക്ടീസിന് വേണ്ടി എന്ത് ചെയ്യുക, നമ്മൾ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങളിപ്പോൾ ഒരു ഗൈഡിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് ആൻസർ ഗൈഡിൽ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ നേരെ പോയി ഗൂഗിളിലാണ് സെർച്ച് ചെയ്യുക. അല്ല, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സിന് എന്ത് ചെയ്യാതിരിക്കണം, വിശ്വാസം ഉണ്ടായിരിക്കണം. നിങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് നിങ്ങൾ എന്ത് ചെയ്യുക, വിശ്വസിക്കുക. അവരോട് എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായുള്ള ആൻസേഴ്സ് എന്ത് ചെയ്യുക, ചോദിക്കാൻ ശ്രമിക്കുക. സോ ആ ടീച്ചേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ ഒരു കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ തെറ്റായിട്ടുള്ള ആൻസറിൽ നിന്ന് ശരിയാക്കാൻ ടീച്ചർമാർക്ക് പറ്റും. അപ്പോൾ ടീച്ചേഴ്സിന് എന്ത് ചെയ്യുക, വിശ്വസിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഫൈനൽ ആയിട്ടുള്ള ഒരു അഡ്വൈസ് ആണ് തരാൻ പോകുന്നത്. ഗൈഡ് ക്യാൻ ബി യൂസ് ഫോർ എക്സ്ട്രാ പ്രാക്ടീസ്. ഗൈഡ്സിന് എന്ത് ചെയ്യണം, നമ്മളൊരു എക്സ്ട്രാ പ്രാക്ടീസ് പ്രോബ്ലംസ് ആയിട്ട് മാത്രം എന്ത് ചെയ്യുക, കാണാൻ. ബട്ട് ദേ ഷുഡ് നെവർ റീപ്ലേസ് യുവർ ടെക്സ്റ്റ് ബുക്ക്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ ഗൈഡിനെ ഒരിക്കലും കാണരുത്. അതുപോലെ തന്നെ റിയൽ സക്സസ് കം ഫ്രം ദ അണ്ടർസ്റ്റാൻഡിങ് ദ സബ്ജക്ട്, നോട്ട് മെമ്മറൈസിങ് എ ഗൈഡ്സ് ഷോർട്ട് കട്ട്. അതായത് നമ്മളൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നതാണ് റിയൽ ഹീറോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹീറോയിക് മൂമെൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ റിയൽ സക്സസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഗൈഡുകൾ ഫോളോ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നതാണ്. സോ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ഡിപ്പെൻഡ് ചെയ്യുക. നമ്മൾ ഗൈഡുകൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നമ്മളെ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ആയിട്ട് എന്ത് ചെയ്യുക,
കാണാം. അല്ലാതെ അതിൽ പറഞ്ഞ കാര്യങ്ങൾ മൊത്തത്തിൽ നമ്മൾ മെമ്മറൈസ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ബൈ ഹാർട്ടാക്കി വെക്കുക, അല്ലെങ്കിൽ റോട്ട് ലേണിങ്ങിൻ്റെ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യരുത്, കാണാപാഠമായിട്ട് എന്ത് ചെയ്ത് പഠിച്ചു വെക്കരുത്. ഈ ഒരു കാര്യം എന്ത് ചെയ്യാം, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നമ്മൾ എക്സാമിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് ദിവസങ്ങളാണ് ഉള്ളത്. സോ ആ ഒരു ദിവസങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്തിട്ടുള്ള സ്റ്റഡി ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ ട്രൈ ഔട്ട് ചെയ്യേണ്ടത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറുകൾ എന്ത് ചെയ്യുക, മാക്സിമം ചെയ്ത് നോക്കുക. നമ്മൾ ഒരുപാടധികം കണ്ടൻസ് അല്ലെങ്കിൽ ഒരുപാടധികം കോൺസെപ്റ്റുകൾ നമ്മൾ സ്കൂളിൽ നിന്നും മറ്റു പല കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കൃത്യമായിട്ടാണോ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ ഈസിലി ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു നോക്കുക എന്നുള്ള കാര്യമാണ്. സോ ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു നോക്കുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നമുക്ക് നിങ്ങളുടെ ഈ USS എക്സാമിന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റട്ടെ, നല്ല രീതിയിൽ കട്ട് ഓഫിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, നമ്മൾ USS എക്സാം നല്ല രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മളെ ചാനലിൽ ഓൾറെഡി അവൈലബിൾ ആണ്. സോ ആ വീഡിയോകളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കാണാം. നമുക്ക് ഓൾറെഡി ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈവുകൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ലൈവുകൾ കാര്യങ്ങളും എന്ത് ചെയ്യാം, നിങ്ങൾ കാണാം. അപ്പോൾ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു നിങ്ങൾ ലൈവുകൾ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ച് ഐഡിയ കിട്ടും. സോ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ USSന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി എന്ത് ചെയ്യുക, ഈ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.